ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ദൈവം നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എലോഹീം ലൈവ് മീഡിയയിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് നിങ്ങളുമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ചിന്ത പകരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിന് ആധാരമായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27-ാം വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. സ്തോത്രം. വളരെ ചിന്തനീയമായ ഒരു തിരുവചനമാണിത്. ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന്, സ്തോത്രം, ഈ ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്നെഴുതിയിരിക്കുന്നു. സ്തോത്രം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിക്കുന്നു. ഇവിടെ നാം കേട്ടല്ലോ, ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്നാണ് തിരുവെഴുത്തിൽ നാം വായിച്ചു കേട്ടത്. ഈ ഏറ്റവും ചെറിയ ഒരു പ്രാണിയാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. ഉറുമ്പ് ഇവിടെ നാം വായിച്ചല്ലോ, ഈ ഉറുമ്പ് ചെറുതാണെങ്കിലും ദൈവം അതിന് വലിയ ജ്ഞാനവും ബുദ്ധിയും നൽകിയിട്ടുണ്ട്. സ്തോത്രം. അത് ബലഹീന ജാതിയെങ്കിലും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം അത് ശേഖരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. ഈ ഉറുമ്പിനെക്കുറിച്ച് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ധാരാളം പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. മടിയന്മാരോട് പറയുകയാണ്, 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം: മടിയ, ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി പഠിക്കുക. 9-ാം വാക്യം: മടിയ, നീ എത്രത്തോളം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? സ്തോത്രം. അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു: അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. ഞാൻ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉറുമ്പിനെക്കുറിച്ച്. ഉറുമ്പ് ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. നമ്മൾ ഈ ഉറുമ്പിൽ നിന്ന് ധാരാളം പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്.
ഒന്നാമത് തന്നെ അതിൻ്റെ ശരീരഘടന മനുഷ്യനെ പോലെയാണ്. സ്തോത്രം. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഉള്ളതുപോലെ ഉറുമ്പിനും 3 ഭാഗങ്ങളുണ്ട്. തലഭാഗം, ഉടൽഭാഗം, കീഴ്ഭാഗം. ഒരു ഉറുമ്പിനെടുത്ത് നിങ്ങൾ നോക്കണം, അതിന് 3 ഭാഗമാണ്. അതൊന്നാണെങ്കിലും അതിന് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ പ്രാണിയെ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതിന് വേണ്ടി ഈ ഉറുമ്പിൻ്റെ അടുക്കലേക്ക് നമുക്കൊന്ന് പോകാം. ഒന്ന്, അതിൻ്റെ ശരീരഘടന മനുഷ്യനെ പോലെ തന്നെയാണ്. മറ്റൊന്ന്, ഈ ഉറുമ്പെന്ന് പറയുന്ന കഠിന അധ്വാനികളാണ്. സ്തോത്രം. ഉറുമ്പിൻ്റെ കൂട്ടത്തിൽ മടിയന്മാരില്ല. മരണം വരെ അധ്വാനിക്കുന്നത്. അതുകൊണ്ടാണ് ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പലരും മടിച്ച് തങ്ങളുടെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയാതെ മടിയന്മാരായി തീരുമ്പോൾ ശലോമോൻ പറയുകയാണ്, നിങ്ങൾ ഉറുമ്പിൻ്റെ അടുക്കൽ ചെന്ന് പഠിക്കണം. അത് വേനൽക്കാലത്ത് അതിന് അധിപതികളൊന്നുമില്ല, നായകന്മാരൊന്നുമില്ല. പക്ഷേ വേനൽക്കാലത്ത് അതിൻ്റെ ആഹാരം അത് കൊടുക്കുകയാണ്. നോക്കണേ, ഉറുമ്പ് കഠിനാധ്വാനികളാണ്. അവരുടെ കൂട്ടത്തിൽ ഈ മടിയന്മാരെന്ന് പറയുന്നില്ലേ, അവരുടെ അധ്വാനം അത്ര വലിയതാണ്. മൂന്നാമത്തെ കാര്യം, ശൈത്യകാലത്ത് അവർ ആഹാരം ശേഖരിക്കുക. അവർക്കറിയാം, ആമേൻ, ഒരു മഴക്കാലം വരുന്നുണ്ട്, അതുകൊണ്ട് ആഹാരം അത് ശേഖരിച്ച് വയ്ക്കുകയാണ്. ഈ ഉറുമ്പ് ആ മഴക്കാലം അവർക്ക് സുരക്ഷിതമായി കഴിയേണ്ടതിന് അവരാഹാരം നേരത്തെ കരുതി വയ്ക്കുകയാണ്. സ്തോത്രം. ഇത് നമ്മെയും നമ്മോടുമുള്ള ഒരു സന്ദേശമാണിത്. നമുക്കും ഒരു ഭാവിയെക്കുറിച്ച് നമുക്കും ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. സ്തോത്രം. ഒരു പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അപ്പോഴും നമ്മൾ ഒരു വലിയ ഉണർവ് അല്ലെങ്കിൽ പ്രാർത്ഥന ഇതുപോലെ ആകരുത്. നമുക്ക് മുൻപേ തന്നെ ഈ ഉറുമ്പിനെ പോലെ നേരത്തെ തന്നെ, കാലത്ത് തന്നെ അത് അതിൻ്റെ ആഹാരങ്ങൾ തേടി പോവുകയാണ്. സ്തോത്രം. നാലാമത്തെ കാര്യം, അതിൻ്റെ കൂട് വയ്ക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് അത് കൂട് വയ്ക്കുന്നത്. ഉറുമ്പിൻ്റെ കൂട് നമ്മൾ കണ്ടിട്ടുള്ളൂ, ഭൂമിയുടെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ വലിയ മരത്തിൻ്റെ പൂതുകളിലായിരിക്കാം. വളരെ സുരക്ഷിതമായ സ്ഥലത്താണ് ഈ ഉറുമ്പ് തങ്ങളുടെ കൂട് വയ്ക്കുന്നത്. സ്തോത്രം. തങ്ങൾക്കും തങ്ങളുടെ തലമുറയ്ക്കും ഇതുപോലെ പാർക്കുന്നതിന് വേണ്ടി അതിൻ്റെ കൂട് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് അത് വയ്ക്കാറുള്ളത്. പ്രിയമുള്ളവരെ, നമ്മളെന്താണ് ചെയ്യുന്നത്? ഈ ഉറുമ്പ് സുരക്ഷിതമായ സ്ഥലം തേടി അത് കൂട് കണ്ടെത്തുന്നത് പോലെ നമുക്കും സുരക്ഷിതമായി ജീവിക്കേണ്ടതിന്, നമ്മുടെ തലമുറകളോടുകൂടെ ജീവിക്കേണ്ടതിന് നമ്മളും ഒരു ഭവനം നമുക്ക് ആവശ്യമാണ്. ആമേൻ. സ്തോത്രം. നമ്മളത് മറന്നു പോവുകയാണ്. ആമേൻ. സ്തോത്രം. ഈ ഉറുമ്പിനെ പോലെ ഞാനും നിങ്ങളും ഒരു കരുതലുള്ളവരായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, അഞ്ചാമത്, ഈ ഉറുമ്പുകൾ ശത്രുക്കളെ ഒന്നിച്ച് എതിർക്കുകയാണ്.
അവർ ഐക്യത ഉള്ളവരാണ്. വെള്ളത്തിൽ വീണാൽ എല്ലാം കൂടി അള്ളിപ്പിടിച്ച് ഒരു പന്ത് പോലെയാകും. എന്നിട്ട് ഒഴുകി എവിടെയെങ്കിലും ഒരു തീരത്ത് അത് അടുക്കും. നോക്കണം, ആപത്ത് വരുമ്പോൾ, അനർത്ഥങ്ങൾ വരുമ്പോൾ ഇന്ന് നമ്മോട് കൂടെ നിൽക്കുന്നവർ പോലും അകന്നു പോകും. സ്തോത്രം. എന്നാൽ ഈ ഉറുമ്പ് അങ്ങനെയല്ല, അവർ ഐക്യത ഉള്ളവരാണ്. അപ്പോൾ വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരു പന്ത് പോലെ അതായിത്തീരും. അതൊരു കരയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് അടിയും. അവിടെ അവർ പാർക്കുവാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയാണ്. ആമേൻ. അവർക്കറിയാം, ആമേൻ, ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പരാജയമുണ്ടെന്ന് അറിയാം. ഇതുപോലെ ഞാനും നിങ്ങൾക്കും ഒരു ഐക്യത ആവശ്യമാണ്. ആമേൻ, സ്തോത്രം. നമ്മൾ ആമേൻ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, അകന്ന് പോകേണ്ടവരാകരുത് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുക. മാത്രമല്ല, ഈ ഉറുമ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ പൊടിയാണെങ്കിലും അത് നഷ്ടപ്പെടുത്തത്തില്ല. ഉറുമ്പിൻ്റെ സ്വഭാവം അതാണ്. ചെറിയ പൊടികളാണെങ്കിലും അത് നഷ്ടപ്പെടുത്താതെ തൻ്റെ കൂട്ടിലേക്ക് അത് കൊണ്ടുപോവുകയാണ്. ആഹാരത്തിൻ്റെ പൊടികൾ താഴെ വീണാൽ അത് നഷ്ടപ്പെടുത്താതെ മാളത്തിലെത്തിക്കുന്ന അനുഭവമാണ് ഈ ഉറുമ്പിനുള്ളത്. നമുക്ക് എങ്ങനെയാണ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. നമുക്കെന്തെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വേണ്ട എന്ന് വെച്ച് കളയുന്നത്. എന്നാൽ ഉറുമ്പ് അങ്ങനെയല്ല. ചെറിയൊരു പൊടി നഷ്ടപ്പെടുത്താതെ തൻ്റെ കൂട്ടിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ. മറ്റൊരു കാര്യം, ഈ ഉറുമ്പ് തനിക്ക് എടുക്കുവാൻ കഴിവുള്ളതിനേക്കാൾ അധികം ഭാരമെടുക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ 1-2 ഉറുമ്പുകൾ വലിയൊരു പാറ്റായ കണ്ടാൽ ആ പാറ്റായെ പൊക്കിക്കൊണ്ട് പോകുന്നത് കാണാം. തങ്ങൾക്കെടുക്കാവുന്നതിലും അധികം ഭാരം അതെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എനിക്ക് കഴിയില്ല എന്ന് ഒരിക്കലും ഈ ഉറുമ്പ് പറയത്തില്ല. അവർക്കെടുക്കാവുന്നതിലധികമായി അവരെല്ലാവരും കൂടെ വരും, വട്ടത്തിൽ നിൽക്കും. എന്നിട്ട് ആ ആഹാരം അല്ലെങ്കിൽ അതിനെ വലിച്ച് അതിനെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. നാം പരിശീലിച്ചാൽ കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും മാറി നിൽക്കുകയാണ്. അങ്ങനെ ആവരുത്. ഈ ഉറുമ്പിനെ നോക്കി നിങ്ങളൊന്ന് പഠിക്കണം. ഒരു പാറ്റായോ എന്തെങ്കിലും ഒരു ചെറിയ പ്രാണികളോ കണ്ടാൽ അവരെല്ലാവരും കൂടെ വന്നിട്ട് 4 വശത്തു നിന്നും അതിനെ പിടിച്ച് താങ്ങി വലിച്ച് കൊണ്ടുപോകുന്നത് നമുക്കാണ്. നമുക്കൊരാപത്ത് വന്നാൽ നോക്കി നിൽക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മെ സഹായിപ്പാൻ ആരും വരത്തില്ല. ആമേൻ. എത്ര ദുഃഖകരമായൊരു കാര്യമാണ്. ആ ഉറുമ്പിനെ നോക്കി നമ്മൾ പഠിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, ഈ ഉറുമ്പെന്ന് പറയുന്നത് അതിൻ്റെ യാത്ര കണ്ടിട്ടുണ്ടോ? ഒന്നിന് പുറകെ ഒന്നായിട്ട് പോവുകയാണ്. സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? അത് നിമിത്തം അപകടവും മരണവും തുലവും കുറവാണതിന്. ഒരു ഉറുമ്പ് പോയാൽ അതിൻ്റെ പുറകെ മറ്റുള്ള ഉറുമ്പും പോവുകയാണ്. സ്തോത്രം. നോക്കണം, അതിന് രാജാവില്ല, അധിപതികളില്ല. എങ്കിലും ഒരു ഉറുമ്പ് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പിന്നാലെ കൂട്ടമായിട്ട് ഉറുമ്പുകൾ അതിൻ്റെ ആ ഉറുമ്പിനെ ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്യുകയാണ്. അതിന് രാജാവില്ല, അധിപതികളില്ല. അത് ഒരുമിച്ച് അവർ യാത്ര ചെയ്യുക. മറ്റൊരു കാര്യം കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന
ഉറുമ്പുകൾ അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്തെന്നറിയാമോ, അവർ സ്വകാര്യം പറഞ്ഞിട്ടേ അവർ കടന്നു പോവുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഉറുമ്പ് മുകളിൽ നിന്ന് താഴേക്ക് വരിക എന്ന് വിചാരിക്കുക. താഴെ നിന്ന് ഒരു ഉറുമ്പ് മുകളിലേക്ക് പോവുകയാണ്. രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ അവർ പരസ്പരം സ്വകാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്, അല്ലാതെ കാണാതെ പോകത്തില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കണ്ടിട്ടും കാണാതെ പോവുകയാണ്, ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഒരു ദൈവ പൈതലായിരിക്കട്ടെ, മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ മുഖം തിരിച്ച് പോകുന്ന അനുഭവം. ഉറുമ്പൊരിക്കലും അങ്ങനെയല്ല, അത് സ്വകാര്യം പറഞ്ഞ് അത് പോവുകയാണ്. നമ്മൾ അതിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ ചുമ്മനം കൊടുക്കുന്നത് പോലെയാണ്. സ്തോത്രം. നോക്കണേ, എത്ര സ്നേഹമാണ് അവരുടെ. ഒരു ഉറുമ്പിനെ കാണുമ്പോൾ അവിടെ കടിപിടി ഉണ്ടാകുന്നില്ല, അവിടെ അടിപിടി ഉണ്ടാകുന്നില്ല. ഇവർ സ്വകാര്യം പറഞ്ഞ് പെട്ടെന്ന് പോവുകയാണ്. ആ ഉറുമ്പിൻ്റെ പ്രകൃതി അങ്ങനെയാണ്. അടുത്തത്, ഈ ഉറുമ്പ് പുതിയ മേഖലകൾ കണ്ടുപിടിക്കുക. പുതിയ മേഖലകൾ, പുതിയ സ്ഥലങ്ങൾ സ്തോത്രം കണ്ടുപിടിക്കുക. ഇതുപോലെ ഞാനും നിങ്ങളും പുതിയ പുതിയ മേഖലകൾ, പുതിയ പുതിയ സ്ഥലങ്ങൾ ഞാനും നിങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ, പുതിയ കൃപ, പുതിയ വഴികൾ, പുതിയ നന്മകൾ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും അതിനെ കണ്ടെത്തണം എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുക. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ, ഹല്ലേലൂയ, കൊരിന്ത്യ സഭയിലെ വേറെ ജ്ഞാനികളെന്നും താർക്കികരെന്നും പറയുന്ന അനേകർ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ആ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഉറുമ്പിനെ നോക്കി ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സ്തോത്രം. ഈ മടിയന്മാരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മടിയന്മാർ ഉറുമ്പിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ പഠിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 30-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യത്തിൽ, ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളതായിട്ട് 4 ഉണ്ട്. സ്തോത്രം. അതിലൊന്നാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. രണ്ടാമത്തത് കുഴിമുയൽ. അത് ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. ഉണ്ടോ? കുഴിമുയൽ കണ്ടിട്ടുണ്ടോ? കുഴിമുയൽ അത് പാർക്കുന്നത് എവിടെയെന്നറിയാമോ? പാറയിലാണ്. ഒരു ബലഹീനമായ ഒരു ജാതിയാണ് ഈ കുഴിമുയൽ. ശക്തിയില്ലാത്ത ജാതി എന്ന് അവരെക്കുറിച്ച് പറയുന്നത്. പക്ഷേ അത് പാറയ്ക്ക് സ്തോത്രം ഉറപ്പുള്ളതാണ്. പാറ ശക്തിയെ കാണിക്കുകയാണ്. അവർ ബലഹീനരാണെങ്കിലും അവരാശ്രയിക്കുന്നത് പാറയിലായിരിക്കുന്നു. 27-ാം വാക്യത്തിൽ വെട്ടിക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നുവെന്നവിടെ. ഒരു ചെറിയ പ്രാണിയാണല്ലോ വെട്ടിക്കിളി. ആ വെട്ടിക്കിളിക്ക് രാജാവില്ല. ഒരു വെട്ടിക്കിളി പറന്നാൽ മതി, അതിൻ്റെ പിന്നാലെ സകല വെട്ടിക്കിളിയും വന്ന് ഒരു ദേശത്തെ മുഴുവൻ വെളുപ്പിച്ച് കളയും. മനസ്സിലായോ? ചെറുതാണെങ്കിലും അതിന് രാജാവോ ഒന്നുമില്ല എങ്കിലും അത് അണിയണിയായിട്ട് അത് പുറപ്പെടുന്നു എന്നാണ്. 4-മത്തത്, പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു എന്നാണ് വായിക്കുന്നത്. കണ്ടോ? ചെറിയ പ്രാണികളായി ഈ 4 കാര്യങ്ങൾ. 1 ഉറുമ്പ്, 2 കുഴിമുയൽ, 3 വെട്ടിക്കിളി,
4 പല്ലിയുണ്ടല്ലോ, അതിനെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുകയാണ്. സ്തോത്രം. ചില ഭാഷാന്തരങ്ങളിൽ അത് ചെലന്തി എന്ന് എഴുതിയിട്ടുണ്ട്. ചെലന്തി. ആമേൻ. സ്തോത്രം. രാജാവിൻ്റെ അരമനയിൽ അത് പാർക്കുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്ന് തിരുവെഴുത്തിൽ വായിക്കും. ഈ പ്രാണികളെ നോക്കി പഠിക്കുവാൻ എനിക്കും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ ആലോചനയാണത്. ആമേൻ. പലതും നമ്മൾ ഈ ചെറിയ ബലഹീനമായ ഈ ആമേൻ സ്തോത്രം പ്രാണികളിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഉറുമ്പിനെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ. 10 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ ഉറുമ്പിനെ പോലെ ഞാനും നിങ്ങളും ഉത്സാഹമുള്ളവരായി, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരിക്കലും മടിയന്മാരായിട്ടല്ല, ഉത്സാഹമുള്ളവരായി, ആമേൻ, കരുതലുള്ളവരായി, അധ്വാനികളായി, ആമേൻ സ്തോത്രം, ഞാനേ നിങ്ങളുമായി തീരണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ആമേൻ ഉപസംഹരിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ആമേൻ. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.